ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡ് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. യുവന്റസിന് ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു റയൽ പരാജയപ്പെടുത്തിയത്. ഇനിയിപ്പോൾ ജർമ്മൻ ക്ലബ്ബായ ബൊറൂസിയയുടെ വെല്ലുവിളിയാണ് അവർക്ക് മറികടക്കേണ്ടത്. വരുന്ന ശനിയാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 റയലും ബൊറൂസിയയും തമ്മിലുള്ള മത്സരം നടക്കുക. കിലിയൻ എംബപ്പെ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് മടങ്ങിയെത്തിയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എംബപ്പെ ഇല്ലാത്ത സമയത്ത് 4 മത്സരങ്ങളിലും സ്റ്റാർട്ട് ചെയ്ത താരം അത് ഗോൺസാലോ ഗാർഷ്യയാണ്. ഗംഭീര പ്രകടനമാണ് ഗാർഷ്യ പുറത്തെടുത്തിട്ടുള്ളത്. 4 മത്സരങ്ങളിലും ഗോളുകളിൽ പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 3 ഗോളുകളും 1 അസിസ്റ്റും ഗാർഷ്യ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എംബപ്പെ മടങ്ങിയെത്തിയത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഗാർഷ്യക്ക് ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോള് അത് സ്പാനിഷ് മാധ്യമമായ എൽ ചിരിങ്കിറ്റോ സംഘടിപ്പിച്ചിരുന്നു. ഒരു ഫാൻ പോളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് അടുത്ത ബൊറൂസിയക്കെതിരെയുള്ള മത്സരത്തിൽ ആര് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു ചോദ്യം. കിലിയൻ എംബപ്പെ, ഗോൺസാലോ ഗാർഷ്യ എന്നിവരായിരുന്നു ഓപ്ഷനുകൾ. കിലിയൻ എംബപ്പെ 38.5% വോട്ടുകളാണ് നേടിയത്. ഗോൺസാലോ ഗാർഷ്യ 61.5% വോട്ടുകൾ നേടി. അതായത് ഈ പോളിൽ ഗാർഷ്യ എംബപ്പയെ പരാജയപ്പെടുത്തി. എംബപ്പയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഗോൺസാലോ ഗാർഷ്യയെ ഇറക്കുന്നതാണ് ടീമിന് നല്ലത് എന്നാണ് ആരാധകരുടെ അഭിപ്രായം. കാരണം അത്രയും മികച്ച ഫോമിലാണ് ഇപ്പോൾ ഗോൺസാലോ ഗാർഷ്യ കളിക്കുന്നത്. പക്ഷേ സാബി അലോൺസോ ഒരിക്കലും എംബപ്പയെ പുറത്തിരുത്താൻ സാധ്യതയില്ല. ഇനി എങ്ങനെയാകും അദ്ദേഹത്തിന്റെ ഒരു മാറ്റങ്ങൾ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.